ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ മിനിഞ്ഞാന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇന്നലെ എനിക്കൊന്നും ഇടാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലായിരുന്നു കേട്ടോ. അടാപിടി മഴ എന്ന് പറഞ്ഞാൽ തുള്ളി തൂരാത്ത മഴയായിരുന്നു. രാവിലെ കുറച്ച് നേരമൊക്കെ തെളിയും, പക്ഷേ ആ സമയത്ത് നമുക്ക് വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എഡിറ്റിങ്ങും പരിപാടിക്കൊന്നും കയറാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്കിനും മഴയോട് മഴയാണ്. പിന്നെ നമ്മുടെ ഈ പെരയുടെ മണ്ടയിൽ നമ്മളിങ്ങനെ ആസ്പെറ്റോസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടയിലേക്ക് വെള്ളം ഇങ്ങനെ വന്ന് അടിച്ച് ഭയങ്കര ഒച്ചയാണ്. നമുക്ക് പെരയ്ക്കകത്തിരുന്ന് നമുക്ക് എഡിറ്റ് വർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഓടിപ്പിടിപിടുത്ത ഒരു തരത്തിലാണ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ രാവിലെ എന്നത്തെയും പോലെ നേരത്തെ എണീറ്റെന്ന് പറയത്തില്ല, കുറച്ച് താമസിച്ചാണ് എണീറ്റ്. ഏട്ടായി രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ എണീറ്റ് വന്നത് കേട്ടോ. എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് കട്ടൻ ചായയൊക്കെ ഇട്ട് എന്നത്തെയും പോലെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ തുണി വിരിക്കാൻ ഇറങ്ങി. ചെറിയൊരു തെളിവുണ്ട്, കുറച്ച് നേരമൊക്കെ നിൽക്കത്തുള്ളൂ. എന്നാലും തെളിയുന്ന വെയിലത്ത് നമ്മൾ തുണിയൊക്കെ പറക്കിയിട്ടൊന്ന് വാടിയാലും കിട്ടി അത്ര ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ തുണിയൊക്കെ പറക്കി കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇത് ഇന്നലെ വൈകിട്ട് അലക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ പഞ്ഞൊക്കെ തീർന്ന് 24 hours വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും അലക്കിയാൽ മതി. ഇപ്പോൾ അലക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉണങ്ങാൻ പാടാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞു മുറിയിൽ ഇപ്പോൾ തലങ്ങും വിലങ്ങും ഒക്കെ അഴ കെട്ടിയേക്കാണ് തുണി ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തുണിയൊക്കെ ഇച്ചിരി പതുക്കെ ഉണങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ. നെയ്റ്റി ഡ്രസ്സൊക്കെ തരാതര ഉണ്ടല്ലോ. ഇനി സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോഴാണ് യൂണിഫോമൊക്കെ ഒന്നരാടനൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ നല്ല പാടായിരിക്കും. അങ്ങനെ തുണിയൊക്കെ വിരിച്ച് മുറ്റമൊക്കെ അടിച്ചിട്ട് കയറി വന്നപ്പോഴത്തേക്കിനും ഏട്ടായി പാലും പെറോട്ടയൊക്കെ മേടിച്ച് തന്നിട്ട് ഇതാ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കാപ്പി ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയായിരുന്നു. എണീറ്റപ്പോഴും താമസിച്ചു. പിന്നെ തണുപ്പും മഞ്ഞൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചടവും. പിന്നെ ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ കുറേ നാളായി പുട്ട്. പിന്നെ ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് നമ്മൾ അപ്പം ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നും പുട്ട് എനിക്കൊരു മടുപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഇന്ന് എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് മേടിച്ച് തരാമെന്ന് ചോദിച്ചു. കുറേ ആയി പൊറോട്ട കഴിച്ചിട്ട്. അന്നപ്പോൾ എന്നാൽ പൊറോട്ട മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പൊറോട്ടയൊക്കെ മേടിച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ പാലും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വിറക്കി വെച്ച് കുഞ്ഞാപ്പിക്കും ആമിക്കും ആദ്യം കൊടുത്തു. ഞാൻ കുറച്ച് പണിയും കൂടെ കഴിഞ്ഞ് കുളിയും കൂടെ കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് അടുപ്പിലൊക്കെ ഒന്ന് തീ ഇട്ട് കൊടുക്കുന്നുണ്ട്. കത്തിച്ചു എന്ന് പറയത്തില്ല, ഒന്ന് പുകച്ച് കൊടുത്താണ്, ഒരു രക്ഷയില്ല. മഴയൊക്കെ ആയപ്പോഴത്തേക്കിനും കൊതുകും മിന്തും. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഏതാണ്ടൊക്കെ അടിച്ച് കൈയൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കുകയാണ് കേട്ടോ. കൈയും കാലും ഒക്കെ ഇങ്ങനെ സൂചിക്ക് കുത്തുന്നേക്കൂട്ട് എന്തോ ഒരു ജീവി കുത്തുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അവിടെ ചൊറിഞ്ഞ് നമുക്ക് നല്ല ഇങ്ങനെ ഒരു കുമ്പിളപ്പം പോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ പുകയൊന്ന് ഇട്ട് കൊടുത്താണ്, എല്ലാം ഒന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ, പുകയുടെ എഫക്റ്റൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കിനും അതുങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം അടിച്ച് വാരി പുകയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ പോയി കുളിച്ചു കൂട്ടോ. കുളിച്ച് വന്നിട്ട് പോയി കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതിന് ശേഷം എന്താ പാൽ ചായ ഇടുകയാണ് കേട്ടോ. അപ്പോൾ പാല് തിളപ്പിക്കാനുള്ള വെള്ളം പോലും ഇല്ലായിരുന്നു, കുടിവെള്ളം ഇരിപ്പ് കേട്ടോ. ഇന്നലെ വൈകിട്ട് എടുത്ത് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ്, പക്ഷേ ഒരു തുള്ളി പോലും മഴ തോർന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് മഴയത്ത് നനഞ്ഞു പോയി എടുക്കാൻ മടിയായതുകൊണ്ട് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ എടുത്തു കൊണ്ടതിന് ശേഷം എന്താ പാൽ ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ നാൾ കൂടിയാണ് പാല് വാങ്ങുന്നത് കേട്ടോ. ഇന്നാളും പിള്ളേർക്ക് ആ പനിയും കഫക്കെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ പാല് വാങ്ങിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാതെ തന്നെ മേടിച്ചുകൊണ്ടെന്നാണ്. അങ്ങനെ ആ പാൽ ചായയൊക്കെ ആക്കി ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും പിന്നെ നേരത്തെ കൊടുത്തായിരുന്നു, പക്ഷെ അവർക്ക് പാൽ ചായ കൊടുത്തില്ലായിരുന്നു കേട്ടോ. പാൽ ചായക്ക് വെള്ളം ഇല്ലായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് പാൽ ചായ ആറ്റി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. അധികം ഒന്നുമില്ല, ഞാൻ ഒരേ ഒരു പൊറോട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എനിക്ക് പൊറോട്ട അധികം അങ്ങനെ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ പൊറോട്ട മുങ്ങിക്കിടക്കാൻ പാകത്തിന് സാമ്പാർ എടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ കഷ്ണവും ഒരു പൊറോട്ടയും കൂടെയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറ് നിറയും കേട്ടോ. അങ്ങനത്തെ ആ ചൂട് പാൽ ചായയും പൊറോട്ടയും സാമ്പാറും കൂടി കൂട്ടി രാവിലത്തെ കാപ്പി അങ്ങ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ കാപ്പിയുടെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ പണിയെളുപ്പുണ്ട്. ഇനിയിപ്പോൾ നേരെ ചോറിൻ്റെ കാര്യത്തിലേക്ക് കടന്നാൽ മതി. ചോറ് ഇന്നലത്തെ കൂട്ടി ഇരിപ്പുണ്ട്, അതൊന്ന് തികത്തി ഊറ്റിയാൽ മാത്രം മതി കേട്ടോ. ഇന്നലെ വൈകിട്ട് ആരും ചോറുണ്ടല്ലോ. ഇന്നലെ ചക്കപ്പുഴുക്കുണ്ടായിരുന്നു, പിന്നെന്താ ചക്കപ്പുഴുക്കുണ്ടായിരുന്നു, രാവിലത്തെ കൂട്ട് ദോശയുടെ കൂട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ വൈകിട്ട് കഴിച്ചോളൂ. പിള്ളേരെ ദോശ കഴിച്ച് ഞങ്ങൾ ചക്കപ്പുഴുക്കൊക്കെ കഴിച്ചിട്ട് കിടന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചോറ് അതേപടി ഇരിക്കുകയാണ്, അത് തികത്തി ഊറ്റിയാൽ മാത്രം മതി.
അയ്യോ പിന്നെയും മഴയുടെ ശബ്ദം പടപടാന്ന് ഷീറ്റിലോട്ട് അടിക്കുന്നതിൻ്റെ ആട്ടാ ഈ ഒച്ച. അയ്യോ കരിപുരിയും വെയിലായിരുന്നപ്പോൾ ഒന്ന് മഴ പെയ്താ മതി എന്നായിരുന്നു കേട്ടോ. എന്നും പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥിച്ച് മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, തുണി ഉണങ്ങുന്നില്ല. പിന്നെ അയ്യോ എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോയുടെ പരിപാടികളും നടക്കുന്നില്ല കേട്ടോ. ഒരു തരത്തിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം, പക്ഷേ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശാന്തമായിട്ടിരുന്ന് ചെയ്യാനൊരു നിർവാഹവും ഇല്ല. ഈ ആസ്പെറ്റേഴ്സിലോട്ട് ഇങ്ങനെ വെള്ളം വീഴുമ്പോഴത്തേക്കിനും ചെണ്ട കൊട്ടുന്ന പോലെയാണ് കേട്ടോ. നമ്മൾ പറയുന്ന ഒന്നും ക്ലിയർ ആവത്തേ ഇല്ല. ഒരു മഴ ഇച്ചിരി തോർന്ന് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഫോൺ എടുത്തുകൊണ്ട് ഓടും കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ കാര്യം കൂടെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതുപോലെ തുള്ളി തോരാത്ത മഴയാണെങ്കിൽ നമ്മുടെ ഒരു പരിപാടി ഓടത്തില്ല കേട്ടോ. അങ്ങനെ ആ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിച്ച പാത്രമൊക്കെ കഴുകി വെച്ച് അപ്പോഴത്തേക്കിനും മഴ പെയ്തു കേട്ടോ. പിന്നെ ഞാൻ വിരിച്ചിട്ട സകലമാന തുണികളും ബക്കറ്റിലേക്ക് പിറക്കി എടുത്തിട്ട് നമ്മുടെ ചാർത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം വിരിച്ചിട്ടെങ്കിലും ഇനിയും വിരിക്കാൻ തുണിയുണ്ട് കേട്ടോ. എവിടെ കൊണ്ട് വിരിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ തിണ്ണെ മാത്രമേ അഴകെട്ടാനുള്ള സൗകര്യമുള്ളൂ. ഇനിയിപ്പോൾ അവിടെയും കൂടെ അഴകെട്ടേണ്ട അവസ്ഥയാണ് ഈ ഗതിക്കാണെങ്കിൽ കേട്ടോ. അങ്ങനെ ആ തുണിയെല്ലാം അത്യാവശ്യമുള്ളതെല്ലാം ചാർത്തിലേക്ക് വിരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇനി സൗകര്യം പോലെ എവിടെയെങ്കിലും ഇട്ട് ഉണക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി നമ്മൾ ഊണിനുള്ള പതുക്കെ പരിപാടികൾ അങ്ങ് തുടങ്ങുകയാണ്. കറണ്ടാണെങ്കിൽ ഇങ്ങനെ വരും പോകും ഒളിച്ചാകണ്ട കളിക്കുന്ന പോലെയാണ് കേട്ടോ. അങ്ങനെ ആദ്യം വന്നിട്ട് നമ്മുടെ ചോറൊന്ന് ചൂടാക്കാനായിട്ട് വെച്ച് വാർത്തു. അതിന് ശേഷം നമ്മുടെ ചെറുപയർ കുക്കറിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് കണ്ട നന്നായിട്ട് ഇരുണ്ട് മൂടിയല്ലേ ഇരിക്കുന്നത്. സന്ധ്യയായെന്നല്ലേ തോന്നുള്ളൂ, പക്ഷേ സന്ധ്യയായതല്ല, മഴ മൂടലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ജനലൊക്കെ ഒന്ന് അടച്ചിട്ട് ഊത്താനടിക്കുന്നുണ്ട്. അങ്ങനെ കുക്കറിനകത്തേക്ക് നമ്മുടെ ചെറുപയറൊക്കെ വെച്ചിട്ട് വന്നിട്ട് നമ്മൾ അപ്പത്തിനുള്ള അരി ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് കുതിരട്ടെ, വൈകിട്ടാണ് അരയ്ക്കുന്നുള്ളൂ, കുതിരട്ടെ എന്ന് വിചാരിച്ച് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ അപ്പത്തിൻ്റെ റെസിപ്പി ചെയ്യുമോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ചെയ്ത് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പൊതേൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാളത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ഇത് മിനിഞ്ഞാന്നത്തെ വീഡിയോ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇന്നാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് വന്നിട്ട് നമ്മുടെ ചെറുപയറിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തേങ്ങ ചിരകി എടുത്തു, ഉള്ളി, മുളക്, മഞ്ഞൾ, അത്രയും സാധനം നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ചാറല്ല, തോരൻ വയ്ക്കാനാണ്. പിന്നെ ചാറ് കറിക്ക് പച്ചമോര് ഇരിപ്പുണ്ട്, അത് ഞാൻ ഉള്ളി മുളകോടെ ചതച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചക്കക്കുരു ഇന്നലെ കുറച്ച് കീറി ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പറ്റിക്കുകയും കൂടെ ചെയ്യാം. അങ്ങനെ പിന്നെ നമ്മുടെ മോനുള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കിന് കറണ്ട് പോയിട്ടോ. പിന്നെ ഇരട്ടത്തായിരുന്നു പരിപാടികളൊക്കെ. പിന്നെ ഒരടുപ്പിലേക്ക് നമ്മൾ കുടിവെള്ളം വെച്ച് അപ്പോഴത്തേക്കിന് നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് വന്നു കേട്ടോ. പിന്നെ ഞാൻ കറണ്ട് വരുമോ എന്നറിയാൻ വേണ്ടി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും കറണ്ട് വന്നു. അപ്പോഴത്തേക്കിനും ഞാൻ ബാക്കി വീഡിയോ എടുക്കുന്ന ഭാഗമാണ് കേട്ടോ. അങ്ങനെ പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ ചെറുപയറും പിന്നെ അതിൻ്റെ അരപ്പൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് നമ്മുടെ കറി ഓക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പയറിൻ്റെ കാര്യം റെഡിയായി. അപ്പോഴേക്കും പിന്നെയും കറണ്ട് വരുന്നു പോകുന്നു ഇതൊക്കെ തന്നെ പരിപാടി കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കേണ്ട ദിവസമായതുകൊണ്ട് ഇങ്ങനെ കറണ്ട് വരുന്നത് നോക്കിയിരിക്കേണ്ട അവസ്ഥയായിരുന്നു. അല്ലേ പിന്നെ ഇരട്ടത്തായാലും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറുപയറാക്കി അപ്പോഴേക്കും നമ്മുടെ കുടിവെള്ളം റെഡിയായി. ഇന്ന് നമ്മൾ ഇഞ്ചി വെള്ളമാണ് കേട്ടോ. ഓരോ ദിവസം ഓരോന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഇഞ്ചി, പനിക്കൂർക്ക, തുളസിയില, അങ്ങനെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഔഷധ ഗുണമുള്ള സാധനങ്ങൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജഗ്ഗിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ ആ പച്ചമോര് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പം കുറച്ച് ഇഞ്ചി, ചുമന്നുള്ളി, പച്ചമുളക് ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ വേപ്പില ഇല്ലാത്തതുകൊണ്ട് വേപ്പില ഇടുന്നില്ല, അല്ലെങ്കിൽ അതുകൂടെ ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊന്ന് ചതച്ചെടുത്ത് നമ്മുടെ പച്ചമോരിലേക്ക് ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ മോരിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അധികം ഞാനങ്ങ് എരിവിട്ടിട്ടില്ല, ഒരു പിഞ്ച് മുളക് ഒരു 2 എണ്ണം ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. പിള്ളേരും കൂടെ കഴിക്കുന്നില്ല, അവർക്ക് പച്ചമോരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറി. പിന്നെ അത് ജഗ്ഗിലേക്കൊക്കെ ആക്കി വെച്ച് ഇനി നമ്മൾ ചക്കക്കുരും കൂടെ ഒന്ന് ഉലർത്തിയെടുത്താൽ ഊണിൻ്റെ പരിപാടികൾ ഓക്കെ. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലൊക്കെ പോയി ഇരുന്നാൽ മതി കേട്ടോ. അങ്ങനെ ഇങ്ങനെ പണികളൊക്കെ ചെയ്തുകൊണ്ട് നടന്നപ്പോഴത്തേക്കിനും കഥകിലൊരു മുട്ട് കേട്ട് ഇറങ്ങി ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും അമ്മ വന്നിട്ടുണ്ടായിരുന്നു.
മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മഴയത്താണ് കേട്ടോ അമ്മ വന്നത്. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് ഇടികുടുക്കമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് ഇടേണ്ട വന്നേനെ. അങ്ങനെ പിന്നെ അമ്മ വന്നിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, ചായയൊക്കെ ഇട്ട് കൊടുത്തു. കുറേ പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഇതിനിടയ്ക്ക് ഒന്നിടെ കറണ്ട് പോയിരുന്നത് കൊണ്ട് അതൊന്നും പിടിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ പിള്ളേരൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു, കളിച്ച് ചിരിച്ച്. പിന്നെ ആ കുഞ്ഞുമുറി കയറി കഥ കടിച്ച് 3 പേരോട് അവിടെ ഇരുന്ന് കളിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ മഴയൊക്കെ കണ്ടിരുന്ന്. ഇപ്പോൾ ഒരു ചക്കക്കുരുവും കൂടെ വളർത്തി എടുത്താൽ മതിയല്ലോ. അത് വെന്തിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് വലിയ പണിയില്ല. പിന്നെ നമ്മൾ കുക്കറിനകത്തോട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഷഡ് പൂക്കുന്ന വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മഴത്തുള്ളിയിലൊക്കെ തോണ്ടി കളിച്ച് ഇങ്ങനെ നിന്നു. ഇടികുടുക്കം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തിന്നെ വന്ന് നിന്ന്, ഇല്ലെങ്കിൽ ഓടി അകത്ത് കയറിയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ചക്കക്കുരു കഴുകി നമുക്കിനി അതിൻ്റെ പരിപാടിയിലേക്ക് പതുക്കെ കിടക്കാമെന്ന് വിചാരിച്ച്. കീറിയെല്ലാം ഒരുക്കി വെച്ചേക്കുന്നതായതുകൊണ്ട് വലിയ പാടില്ല. ജസ്റ്റ് കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു നുള്ളു മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല, ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഇത്രയും സാധനം ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വിസിലടിപ്പിക്കുന്നു കേട്ടോ. ഒരു 2 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കിനും നന്നായിട്ട് വെന്ത് കിട്ടും. കുറച്ചുകൂടെ അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറുക്കി ചാറായി പോകും കേട്ടോ. അങ്ങനെ ഒരു 2 വിസിലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിന് കടുക് വറുക്കാനായിട്ട് പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ വറ്റൽമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇങ്ങനെ നമ്മൾ നീളത്തി എല്ലാവർക്കും അറിയാമല്ലോ ചക്കക്കുരു പറ്റിക്കുമ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കാണുമ്പം മസാല ഇച്ചിരി കുറവാണോ എന്നൊന്നും തോന്നണ്ട, കാരണം അത് നമ്മുടെ ലൈറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് മസാലയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വറ്റൽമുളക് ചതച്ചിട്ടേക്കുന്നതുകൊണ്ട് അത്യാവശ്യത്തിന് എരിവും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരുപാടങ്ങ് വെറുവെറുവെന്നല്ല കേട്ടോ, നല്ല കുഴമ്പ് പരുവത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നാലാണ് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കേണ്ട സുഖം കേട്ടോ. അപ്പോൾ ആ പരുവത്തിലാക്കി ഒന്ന് ചൂടാക്കി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ കറികളെല്ലാം റെഡിയായി. അങ്ങനെ കിച്ചൺ ഡ്യൂട്ടീസ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ ആയപ്പോൾ ഞാൻ അമ്മയോട് ചോറിന് എന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ചോറിനിന്നില്ല, വിശക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇത് പലഹാരങ്ങളൊക്കെ കഴിച്ചില്ലേ ഇതിനിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് അച്ഛൻ അവിടെ തന്നെയല്ലേ, ഞാൻ വേഗം പോയേക്കാന്ന് പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ച് പോവാണ് കേട്ടോ. അപ്പോഴും മഴ ഇങ്ങനെ തുള്ളി തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറ്റിലൊക്കെ നല്ലപോലെ വെള്ളം കയറിയെന്നാണ് കേട്ടോ പറഞ്ഞത്. അമ്മയൊക്കെ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ അവിടെ ഒരു ആറുണ്ട്, തുണിയൊക്കെ അലക്കാൻ അതുകൊണ്ട് എളുപ്പമാണ്. ആറൊക്കെ ഇങ്ങനെ കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അമ്മ പോയി. അതിനുശേഷം വന്നിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചു, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കട്ടിയുള്ള പുതപ്പും ഒക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് പുതപ്പ് എടുക്കുന്നേ ഇല്ലായിരുന്നു. നമുക്ക് ചൂടുകാലമായിരുന്നല്ലോ, അതുകൊണ്ട് ആർക്കും പുതപ്പ് വേണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പുതപ്പിൻ്റെ ആവശ്യം കൂടി വന്നുകൊണ്ട് പുതപ്പെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ച് ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ ഒരു സിനിമ കണ്ടേക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് ജാമ്പവാൻ്റെ കാലത്തെ സിനിമയൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ തപ്പി പഴയ ഒരു പടം, എൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി, അത് തപ്പി എടുത്തിരുന്ന് കുത്തി പിടിച്ചിരുന്ന് കാണുകയാണ് കേട്ടോ. പുതിയ പടങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ, പോയി കാണണമെന്നുമില്ല. കാരണം ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കാണണമെന്ന് വലിയ താല്പര്യം തോന്നാറില്ല. പക്ഷെ പഴയ പടങ്ങൾ അങ്ങനെയല്ല, വീണ്ടും വീണ്ടും നമുക്ക് കാണാനായിട്ട് തോന്നിക്കൂട്ട് പടങ്ങളാണ്. ഇന്ന് സ്വന്തം ജാനിക്കുട്ടി, മഴവിൽ കാവടി, പിന്നെ മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, മൂക്കില്ല രാജ്യത്തെ മുറുമുക്കൻ രാജാവ്, അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇല്ല, അതൊക്കെ കാണാൻ എന്ത് രസമല്ലേ. വീണ്ടും വീണ്ടും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ ഒരു പടം തപ്പിയെടുത്തത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു പകുതി വരെ ഇരുന്ന് കണ്ട് അപ്പോഴേക്ക് എനിക്ക് പതുക്കെ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചോറുണ്ടിട്ടാവാമെന്ന് വിചാരിച്ച് ചോറും കറിയും ഒക്കെ എടുത്ത് ഇരുന്ന് കഴിക്കുകയാണ്. പിള്ളേർക്കും കൊടുത്തു കേട്ടോ. ഞാൻ കഴിക്കുന്നതിനൊപ്പം അവർക്കൂടെ വാരി കൊടുത്ത് വേഗം പാത്രം കൂടെ കഴുകി വെച്ചിട്ട് ബാക്കിയും കൂടെ കാണാമെന്ന് വിചാരിച്ച്. ഇത് തീർന്നിട്ട് വേണം കേട്ടോ മറ്റേ ഇന്നെന്ന് പറഞ്ഞിട്ടൊരു പടമില്ലേ, അപ്പം നമ്മുടെ ബെഡായി ബംഗ്ലാവിനകത്തുണ്ടായിരുന്ന ആര്യയൊക്കെ അഭിനയിച്ചിട്ടുള്ളത്, ആ പടം കൂടി ഒന്ന് കാണുന്നുണ്ട്. അത് ഇടയ്ക്ക് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെ സജഷനിൽ ഇങ്ങനെ കുറച്ച് ക്ലിപ്പിങ്സ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്കിന്ന് ഫുള്ള് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ
ഒന്നുകൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഉണ്ടോണ്ടിരുന്നപ്പം പിന്നെയും കറണ്ട് പോയി. പിന്നെ ചോറുണ്ട് പാത്രവും കഴുകി വെച്ചിട്ട് വന്നിട്ട് ആ പടം ഫുള്ള് കണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്നും കാണാനായിട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ കിടന്നു. പിള്ളേരുടെ അടുത്ത് വന്ന് കിടന്ന് അവർ ഉറങ്ങിപ്പോയിട്ട്. അബി ഉറങ്ങിയില്ല, കുഞ്ഞാപ്പി കിടന്ന് നന്നായിട്ട് ഉറങ്ങി. മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടിയില്ലാത്ത ധൈര്യത്തിലാണ് ഈ മെയിൻ സ്വിച്ചൊക്കെ ഓണാക്കി ഇട്ടേക്കുന്നത്. അങ്ങനെ സിനിമയും കണ്ടിട്ട് ഞാനും പിന്നെ പോയി കിടന്ന് അങ്ങ് ഉറങ്ങി കേട്ടോ. കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ എണീറ്റ് വന്നപ്പോഴത്തേക്കിന് ഏകദേശം 4:45 5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്ന് മുറ്റത്തിറങ്ങിയപ്പോഴത്തേക്കിനും അത്യാവശ്യം മഴയൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഇനി അടുത്ത മഴ എപ്പോൾ തുടങ്ങുമെന്ന് അറിയത്തില്ല കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ മരം കൊച്ചുന്ന തണുപ്പായി തുടങ്ങി. മഞ്ഞാണെങ്കിൽ വേറൊരു വശം കേട്ടോ. അപ്പോൾ രാത്രി ആയിട്ടില്ലെങ്കിലും ലൈറ്റൊക്കെ ഇട്ടാലാണ് വെട്ടവും പ്രകാശമൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു മോഡലാണ് മൊത്തത്തിൽ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, നല്ല തണുത്ത അന്തരീക്ഷം. പിന്നെ ഇനി ഒരു ചായയും കൂടെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഉറങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ കട്ടൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ എണീറ്റ് വന്ന പുറകെ പിള്ളേരും എണീറ്റ് വന്ന്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കാറിച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് മാറി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ പിള്ളേർക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും രാവിലത്തെ കൂട്ടിരുന്ന കുറച്ച് പാൽച്ചായ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എന്തെങ്കിലും കടിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച്. അമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ എടുത്ത് നോക്കുന്നത് കേട്ടോ. റസ്ക് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളിങ്ങനെ കേക്കിൻ്റെ പീസില്ലേ അങ്ങനത്തെ ഉണ്ടായിരുന്നു, കുഴലപ്പം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പപ്പടവട ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കപ്പയുടെ ചിപ്സും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു കേക്കിൻ്റെ പീസും ഞാനെടുത്തു. അവർക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തർക്ക് ഓരോന്ന് വീതം വെച്ച് കൊടുത്തു. പിന്നെ പാൽച്ചായ ഇട്ട് അവർക്ക് 2 പേർക്കും ആറ്റിയും കൊടുത്തു. ഞാൻ പിന്നെ ചെറു ചൂടോടെ കുടിക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് അത്രയും ചൂട് പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തണുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ചായയും കുടിച്ചു, ഒരു കുഞ്ഞ് കഷ്ണം കേക്ക് കൂടെ കഴിച്ചു. അങ്ങനെ നമ്മുടെ 4 മണി കാപ്പി ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇനിയിപ്പം വൈകിട്ടത്തേന് ഇനി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഇരിപ്പുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുക തന്നെ കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്കിന് ഇരുണ്ട് മൂടി നന്നായിട്ട് കിളികളൊക്കെ കൂട്ടിൽ കയറാനായിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല കിളികളുടെ ഒച്ചയൊക്കെ. ഇപ്പം ഇഷ്ടംപോലെ കിളികൾ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മുറ്റം അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും എനിക്കൊരു മഞ്ഞക്കിളിയുടെ തൂവൽ കിട്ടി. കുറേ നാൾ കൂടി കേട്ടോ. പിന്നെ നമ്മുടെ കരികിലപ്പടയില്ലായിരുന്നു സ്ഥിരം വന്നുകൊണ്ടിരുന്ന അവരെയൊക്കെ കുറച്ചായിട്ട് കാണാനില്ലായിരുന്നു കേട്ടോ. അവരൊക്കെ വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ത്രസന്ധ്യയായി. നമ്മൾ എന്നത്തെയും പോലെ വിളക്കൊക്കെ വെച്ച് ഞാൻ കുളിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ രാവിലെ കുളിച്ചിട്ട് ഒരു പണിയും ചെയ്തിട്ടില്ലല്ലോ. അപ്പം വൈകിട്ട് കിടക്കാൻ നേരത്ത് കുളിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വിളക്കുകയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടായി ഓട്ടം കഴിഞ്ഞ് വന്നു. നമ്മുടെ വെട്ടുകേക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഏട്ടയ്ക്ക് ചായ ഇട്ട് കൊടുത്തു. പാൽച്ചായ തീർന്നായിരുന്നു, അപ്പം ഞാൻ കരിഞ്ചായ വെച്ചു. പിന്നെ ഒരു വെട്ടുകേക്കിൻ്റെ പീസും ഒരു പപ്പടവട എടുത്ത് ആൾക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച്. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയും തേയിലയും തീരുന്നത് അറിയത്തില്ല കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഓടിപ്പോയി ചായ ഇട്ട് കൊടുക്കും. പ്രത്യേകിച്ച് കട്ടൻ ചായ ഒരു വീക്ക്നെസ്സും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പഞ്ചസാരയും തേയിലയൊക്കെ തീർന്നുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ചായ ഇട്ട് കൊടുത്തു. ഏട്ടാ അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പം മഴയൊക്കെ നനഞ്ഞ് വന്നതുകൊണ്ട് ചൂടുവെള്ളം ഇട്ടേക്കാവോ എന്ന് ചോദിച്ച് കുളിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനൊരു കലത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ചൂടായി. പിന്നെ ഞാനൊന്ന് പകർത്തി കുളിമുറി കൊണ്ടൊക്കെ വെച്ച് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുളിക്കാനുള്ള വെള്ളവും ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് വന്ന് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് കേട്ടോ. മറ്റേ രാവിലെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം വേറൊന്നല്ല, നമ്മൾ മീഷോയിൽ ഓർഡർ ചെയ്തൊരു സാധനമാണ് കേട്ടോ. ഇതാണ് അത്. നമ്മുടെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യുന്ന ക്രീം, അതിന് ഓക്സിഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആയിരുന്നു. ഞാനിത് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ് കേട്ടോ. പക്ഷേ ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എന്തോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഈ ഹെയർ സ്ട്രൈറ്റനിങ് ക്രീമൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വൃക്കയ്ക്ക് പ്രശ്നമൊക്കെ വരും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു കേട്ടോ. അപ്പം ഞാൻ ആകെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇതിപ്പോൾ ചെയ്യണോ വേണ്ടയോ എന്ന്. മുടി പൊഴിയുമെന്ന് ഇങ്ങനെ ഏട്ടായി പറഞ്ഞു. ആ പൊഴിയാണെങ്കിൽ പൊഴിയട്ടെ ഞാൻ വിചാരിച്ച്. അല്ല ഇപ്പോൾ പൊഴിയാതിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ഇന്നില്ല കേട്ടോ, നാളെ ഇതിന് ഗ്ലൗസൊക്കെ മേടിക്കണം. ഇത് തേച്ച് പിടിപ്പിക്കണമെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം. പിന്നെ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഒരു തവണ നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചൊന്നും വരികയില്ലായിരിക്കും.
എന്തായാലും എല്ലാവരും ചെയ്യുന്നതൊക്കെ ആണല്ലോ, അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ മറ്റേ സ്ട്രെയിറ്റ്നർ ഉണ്ട്, മുടി നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് എടുക്കൂലേ, അതുണ്ട്. പക്ഷേ അത് വെച്ച് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം അതിനെങ്ങനെ ചൂട് ഒത്തിരി നമ്മളിങ്ങനെ മുടിയിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും അതിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനെപ്പറ്റി റിവ്യൂ ഒക്കെ ഒത്തിരി നോക്കിയിട്ട് മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് കണ്ടപ്പം മേടിച്ചാണ്. ഇതിനകത്തേക്ക് സ്ട്രെയിറ്റനിങ് ക്രീമും ഉണ്ട്, ഒരു ന്യൂട്രലൈസറും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തത്തിലൊന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. 220 രൂപയാണ് ആയത്. ഇനി ഇത് തേച്ച് പിടിപ്പിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ 220 രൂപ വെറുതെ പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടുതലൊരു കവറൊക്കെ ഉണ്ട്, അതിനകത്തൊരു പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളിത് എങ്ങനെ ചെയ്യണം, എത്ര നേരം വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കാം. തൽക്കാലം എടുത്ത് വെക്കാം. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് അപ്പോഴത്തേക്കിന് ഏട്ടായത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാ. പിന്നെ നേരത്തെ ചോറൊക്കെ കൊടുത്തേച്ച് കറണ്ട് ഇനി എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏട്ടായി ചോറൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്രിക്കറ്റിൻ്റെ എന്തോ പരിപാടി, എന്തോ സംഭവം നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് 24 hours ക്രിക്കറ്റിലാണ് കേട്ടോ മനസ്സ്. എപ്പോഴും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതിന് മാത്രം എന്താണ് അതിലുള്ളതെന്ന് എനിക്കും അറിയത്തില്ല. നമുക്കതിനെപ്പറ്റി ഇത് വലിയ ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ എന്നെ ക്രിക്കറ്റ് പഠിപ്പിക്കാൻ ഒത്തിരി ശ്രമിച്ചാണ് കേട്ടോ. അവസാനം എനിക്ക് മനസ്സിലായ ഒറ്റ കാര്യമുള്ളൂ, ഈ ഡെക്കയിൽ ഔട്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സാധനം കാണുന്നതിനോടും വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. പണ്ടേ എനിക്ക് ക്രിക്കറ്റ് കണ്ടുകൂടാ. എന്നാന്ന് ചോദിച്ചാൽ കൊച്ചിലെ നമ്മൾ സിനിമ കാണാൻ വേണ്ടി അയൽവക്കത്തെ വീട്ടിൽ പോയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ ക്രിക്കറ്റിൻ്റെ സമയം കഴിയുമ്പോഴത്തേക്കിനും അവർ ക്രിക്കറ്റ് മാത്രമേ വെക്കത്തുള്ളൂ, വേറെ ഒന്നും വെക്കത്തില്ല കേട്ടോ. അപ്പം നമ്മൾ ഒത്തിരി പ്രാഗിയിട്ടുണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അന്ന് ദൂരദർശനിൽ ഇങ്ങനെ പടം വരുമല്ലോ, ക്രിക്കറ്റിൻ്റെ സമയമായി കഴിഞ്ഞാൽ അതല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഒത്തിരി പ്രാഗിയിട്ടുണ്ട് കേട്ടോ ക്രിക്കറ്റിന്. അയ്യോ, ക്രിക്കറ്റ് ലവേഴ്സ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓടിച്ചേക്കല്ലേ. അതൊക്കെ അന്ത കാലം കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഉണ്ടു, ഞാനും ചോറുണ്ടു, പിള്ളേർക്കും കൊടുത്തു. അതിന് ശേഷം വന്നിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കറണ്ട് പോകുന്നതിനിപ്പോൾ നമുക്ക് അപ്പത്തിനോടൊന്ന് അരയ്ക്കണം. പിന്നെ അപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചത് കൊണ്ട് ഞാൻ മിനിഞ്ഞാന്നെടുത്ത വീഡിയോ ആണല്ലോ, അപ്പോൾ അതിനകത്തേക്ക് ഇന്നലെ അപ്പം ഉണ്ടാക്കിയതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പൂർത്തീകരണം വന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ അരിയൊക്കെ ഒന്നുകൂടെ വൃത്തിയായിട്ട് കഴുകി. അപ്പോഴത്തേക്കിനും അരി കുതിർന്ന് അതിനകത്ത് ചെളിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. തേങ്ങ ചിരകി എടുത്തു. പിന്നെ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റിന് പകരം നമ്മുടെ പുളിമാവാണ് കേട്ടോ. പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുന്ന വരെ ഞാൻ കപ്പി കാച്ചിയാണ് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അമ്മയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചത്. അപ്പം ഇത് 3 ഗ്ലാസ് അരിയുണ്ട്. അപ്പം അതിന് ഒരു 1/4 ഗ്ലാസ് കഴിഞ്ഞ് കുറച്ചുകൂടെ തേങ്ങയും ചോറും ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിമാവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എനിക്ക് പറയാൻ അറിയത്തില്ല. നമ്മളിങ്ങനെ സ്ഥിരം തൊഴിൽ അഭ്യാസം ആയതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരളവ് മനസ്സിൽ വരും, അതനുസരിച്ച് അങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതെല്ലാം നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുകയാണ്. അരിയും നമ്മുടെ ചോറ്, തേങ്ങ കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ പുളിമാവോട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഈസ്റ്റ് കൂടി ഇട്ടങ്ങ് അരയ്ക്കുവാണ്. നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല, ഒരുമിച്ച് അങ്ങ് അരച്ചങ്ങ് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിലരിങ്ങനെ തേങ്ങാവെള്ളത്തിനകത്തേക്ക് ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചിട്ട് ചേർക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ചിലർ കപ്പി കാച്ചി അപ്പം ഉണ്ടാക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് എനിക്കിതുവരെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. നല്ല സൂപ്പറായിട്ട് അപ്പം പൊന്തിയും കിട്ടിയിട്ടുണ്ട്, ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കലക്കി വെക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കും, നമ്മുടെ ഈസ്റ്റ് പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പിള്ളേർക്കൊക്കെ ഇച്ചിരി പഞ്ചസാരയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ ഒരു മധുരിപ്പ് വരുമല്ലോ, അത് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കറി ഇല്ലെങ്കിൽ അപ്പം മാത്രമായിട്ട് കൊടുത്താൽ അവർ ഇങ്ങനെ കയറി ഇറങ്ങി കഴിച്ച് നടന്നോളൂല്ലോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് അരച്ചെടുത്ത് പുളിമാവും ചേർത്ത് കുറച്ച് പഞ്ചസാരയോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെക്കുകയാണ്. ഇനി നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൊന്തി വരും കേട്ടോ. ആ സമയത്താണ് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കലക്കി വെക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാറില്ല, ചൂടാറാകുമ്പോഴത്തേക്കിനാണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. ഞാനിത് ആ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ട് നമ്മൾ അപ്പത്തിന് അരയ്ക്കാനെടുത്ത പാത്രവും പിന്നെ നമ്മുടെ പുളിമാവൊക്കെ കലക്കിയ പാത്രം എല്ലാം കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിറ്റേ ദിവസത്തെ ഭാഗം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് രാവിലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്.
നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പുളിച്ച് പൊങ്ങിയാലാണ് നമുക്ക് അപ്പത്തിനൊരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിതിപ്പം വെളുപ്പിനെ ഏറ്റെടുത്താണ്, ഇന്നലെ വീഡിയോ ഇടാമെന്ന് ഓർത്താണ് ഞാൻ വെളുപ്പിനെ ഏറ്റെടുത്തത് കേട്ടോ. അപ്പം ഇന്നലെ ഇടാൻ ഒത്തില്ലല്ലോ. അപ്പോൾ എടുത്തപ്പോഴത്തേക്കിന് ഇതിനകത്ത് കുറച്ചൊരു ജലാംശം കുറവ് പോലെ തോന്നി. കുറച്ചുകൂടെ ഒരു ലൂസായി കിട്ടണം തോന്നിയുകൊണ്ട് ഒരു നുള്ളു വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പത്തിന് ചുടുമ്പോൾ ഒരിക്കലും നമ്മൾ അടി കൂട്ടി കുത്തി ഇളക്കിയിട്ട് ചുട്ട് എടുക്കരുത്. അങ്ങനെ ചുട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ കല്ലുണ്ട പോലെ ഇരിക്കും കേട്ടോ. അപ്പത്തിന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചുടാനെടുക്കുമ്പോഴത്തേക്കിന് ജസ്റ്റ് മുകൾ ഭാഗം മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ട് ഇളക്കാവുള്ളൂ, ഒരുപാട് കുത്തി ഇളക്കാതെ കേട്ടോ. പിന്നെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനും അതിനകത്ത് ഇങ്ങനെ അരച്ചതിൻ്റെ ചിലപ്പോൾ തരിയൊക്കെ ഉണ്ടാവും, അതെല്ലാം കൂടെ ആയിരിക്കും അടിഞ്ഞ് കിടക്കുന്നതേ. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ അപ്പം സുഖമാവില്ല. അപ്പോൾ ചുട്ടുന്ന ഭാഗം കൂടെ കാണിച്ചേക്കാം. അപ്പം ഇത് കുറച്ചെടുത്ത് ഞാൻ എല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടി ചുട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നടുക്ക് അധികം അങ്ങനെ തിക്നെസ് ഇല്ലാത്തത്. അപ്പോൾ നന്നായിട്ട് പൊന്തിയിട്ട് നന്നായിട്ട് 2 കപ്പ് നന്നായിട്ട് മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ നല്ല സൂപ്പർ അപ്പമായിരിക്കും. സൈഡൊക്കെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റുള്ള മയമുള്ള അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ ഇങ്ങനെ അല്ലാതെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ, ഇടയ്ക്ക് നമുക്ക് അതും പരീക്ഷിച്ച് നോക്കാമല്ലോ. അങ്ങനെ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചതിന് ശേഷം എന്നത്തെയും പോലെ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ പണിയും വൈകിട്ട് തീർത്ത് വെച്ചിട്ട് എല്ലാം തുടച്ചൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ കേൾക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഏറ്റു വരുമ്പോഴത്തേക്കിനും കഴുകാനുള്ള പാത്രം ഒരു പക്ഷേ തുടയ്ക്കാത്ത ഗ്യാസ് സ്റ്റൗവ്, ഗ്യാസ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും പണി ഒരുപാടുള്ള പോലെ തോന്നും. പിന്നെ ഒരു മടുപ്പും തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിടക്കുന്നതിന് ഇപ്പോൾ എല്ലാ പരിപാടിയും തീർത്തിട്ടാണ് ഞാൻ കിടക്കാറ്. പാത്രവും കഴുകി അടിച്ച് തുടച്ച് എല്ലാം ക്ലീനാക്കി. ചില ദിവസം കിടക്കുന്നതിനിപ്പുറം ഒന്ന് മേലൂടെ കഴുകും കേട്ടോ. പിന്നെ കിടക്കുന്നതിനിപ്പുറം ഒന്ന് മേല് കഴുകണം, കാരണം വൈകിട്ട് ഞാൻ കുളിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആൾക്കാരി ആയതുകൊണ്ടും കുളിക്കാതെ രക്ഷയില്ല. അങ്ങനെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്കിനും പിള്ളേരും ഉറങ്ങി, ഏട്ടാ ഫോണൊക്കെ തോണ്ടിയിരിപ്പുണ്ട്. പിന്നെ ഞാൻ ഓടിപ്പോയി ഇന്ന് കുളിച്ചു. അങ്ങനെ കുളിയൊക്കെ പാസ്സാക്കി പല്ലുതയും കഴിഞ്ഞ് ഇനി കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.